Guys, we are gonna make caramel pudding cake. ഒരു കപ്പ് പഞ്ചസാര കുറച്ച് കൂടുതലായിപ്പോയി. ഇത് നിറത്തെ ഓക്കെ കളർ മാറി വരുന്നുണ്ട്. ഇത് ലേശം കരിഞ്ഞു പോയോ അമ്മ. ഇതിന് നമ്മൾ ഇതിലോട്ടേക്ക് ഒഴിക്കുന്നുണ്ടേ. ബ്രെഡ് ഇങ്ങനെ പൊട്ടിച്ചിട്ടിടുക. അതിൻ്റെ അകത്ത് ഇങ്ങനെ മുട്ട ഇങ്ങനെ പൊട്ടിച്ചിടുക. കുറച്ച് പഞ്ചസാര, പാല്. ഇത് അരച്ചിട്ട് ഇപ്പം വരാം. നമ്മളിവിടെ നേരിടുന്ന മെയിൻ പ്രശ്നമാണ് നമുക്കവിടെ പാത്രമില്ല ഗൈസ്. ബാച്ചിലർ താമസിക്കുന്ന റൂമിൽ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഇടിച്ചു കയറി വന്നതുകൊണ്ട് അവിടെ മിതമായ നിരക്കിൽ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കാരമൽ ഒഴിച്ച് വെച്ചത് ചായപാത്രത്തിലാണ്. ഇനി കുക്കറിൻ്റെ അകത്താണ് നമ്മളിത് വെക്കുക. ഇത് എത്രത്തോളം ആവുന്നൊന്നും അറിയില്ല. ആക്കുമെന്ന് കേട്ടോ. അപ്പം ഈ അരച്ച സാധനം ഇങ്ങോട്ട് കാണിക്കി. ഈ അരച്ച സാധനം ഇതിൻ്റെ അകത്തേക്ക് അന്നം കാണിക്കണം. ഈ അരച്ച സാധനം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുമെന്ന് കേട്ടോ. നമ്മൾ ഫോയിൽ പേപ്പർ കൊണ്ടാണ് പൊത്തത്. നമുക്കിതിന് ചായപാത്രത്തിന് മൂടാൻ വേണ്ടി ഒരു കറക്റ്റായിട്ട് മൂടി വരില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഫോയിൽ പേപ്പർ വെച്ച് പൊത്തുകയാണ്. ഫോയിൽ പേപ്പറിനൊരു 2 ഓട്ട, ഒരു 2-3 ഓട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. കുക്കറിൻ്റെ അകത്ത് സ്റ്റീലിൻ്റെ 2 തെരിയ വെച്ച് ഇതിങ്ങനെ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി മൂടട്ടെ. ഇവാനിയുടെ കരങ്ങളാൽ കുക്കർ മൂടുകയാണ്. വൃത്തിക്ക് മൂടല്ലേ, തന്നെ നേടാൻ വേണം മൂടിയില്ല. അപ്പോൾ ഒരു 25 മിനിറ്റ് വി ആർ വെയിറ്റിംഗ് ഗൈസ്. ബേ അവന്റെ പേരെന്നാ? അബി. ഇങ്ങനെയല്ലേ? ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ ഉള്ളു നോക്കാം എന്താണ്. മധുരം കുറച്ച് കുറഞ്ഞു പോയി. പിന്നെ ഞാൻ 6 പീസ് ബ്രെഡും 3 മുട്ടയിട്ട്. 6 പീസൊന്നും ഇടണ്ടേനു, ഒരു 3-4 ഇട്ടാൽ വേണം. കുഴപ്പമില്ല, മധുരം കുറച്ച് കുറവാണ് അത്രയോ. പിന്നെ ആദ്യമായിട്ടാക്കിയതിൻ്റെ ഇങ്ങനെ ഒരു ടെക്സ്ചർ വന്നല്ല, അതിൻ്റെ ഒരു സന്തോഷം. ഇഷ്ടമായിട്ടൊന്നുമില്ല, എന്നാലും തിന്നലെന്നല്ലേ വാനി. മധുരം കുറവാണ് ഗൈസ്. ഈ എക്സ്പ്രഷനിൽ നിങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു.